LDF ഭരണം മാറിയതോടെ പോലീസ് സ്റ്റേഷനിൽ നീതിയും നിയമവും ഇല്ലാതായെന്ന് KK ലതിക പറഞ്ഞു. സ്ത്രീപീഡന കേസിലെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KK ലതിക. 1000 രൂപ കൊടുത്താൽ സ്ത്രീപക്ഷമാക്കില്ലെന്നും സ്ത്രീകൾക്ക് നീതിയും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ഇവർ പറഞ്ഞു. ഒരു മാസം കൊണ്ട് പോലീസിൽ വന്ന മാറ്റം സ്ത്രീകൾക്ക് സുരക്ഷയില്ലാതായി മാറിയെന്നും ഇവർ പറഞ്ഞു. ഇപ്പോൾ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗവൺമെന്റ് എന്താണ് എന്നുള്ളത്. നേരത്തെ നമ്മുടെ സ്റ്റേഷനുകളിൽ ആ സ്റ്റേഷൻ ഭരിക്കാൻ ഒരു CIയും ആ സ്റ്റേഷനിൽ തെമ്മാടിത്തങ്ങളും തെറ്റും കണ്ടാൽ അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ഭരണമാറ്റം വന്നപ്പോ പോലീസ് സ്റ്റേഷൻ ആരാ ഭരിക്കുന്ന നമുക്ക് അറിഞ്ഞൂടെ. ഇബ്രാഹിമിനെ കൊന്ന സുധീരോ, എന്നാ KPCC പിന്നെ എന്താ പ്രസിഡന്റ് മെമ്പറോ ഏതാ അങ്ങനെയുള്ള ഏതോ ചങ്ങായികളായിരിക്കും ഭരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ നിങ്ങൾ വിചാരിക്കേണ്ട പഴയ പോലീസ് സ്റ്റേഷനാണ് എന്ന്. പഴയ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയുമായിരുന്നു. പഴയ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടു കൊടുത്താൽ ആ പരാതിയിൽ കൃത്യമായി നിലപാടെടുക്കാൻ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രി തന്നെ കൃത്യമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഭരണം മാറിയപ്പോൾ മാറ്റങ്ങൾ കണ്ടോ? ഒരു സ്ത്രീയെ 68 വയസ്സായ ഒരു വയോധികയെ വീട്ടിൽ കയറി പിടിക്കുക. ആ പിടിച്ചാൽ എന്താ പോലീസ് നിയമം? എന്താ ആ ഒരു നിയമമില്ലേ? നിങ്ങൾക്കാരെ മധ്യസ്ഥം പറയാൻ അവകാശം തന്നെ? പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥം പറയാൻ അവകാശമുണ്ടോ? മധ്യസ്ഥം പറയാൻ ഇങ്ങനെ വേണ്ട. നാട്ടിലെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാമന്മാരോ അവിടുത്തെ പൗരപ്രമുഖരോ ആരെങ്കിലും ഉണ്ടാവും, ഒരു മധ്യസ്ഥം പറഞ്ഞോളൂ. നിങ്ങൾ കേസെടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെ വിത്തുകാലനെ സംരക്ഷിക്കാൻ ഇവരെ പരിപാടിയാ. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചങ്ങായി ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ ഒരു MP ഉണ്ടല്ലോ, ഇയാളെ കാലത്തൊക്കെ ഇവിടെ വന്ന് ഈ വിത്തുകാളെ വരസിയതാ. ഇവരെ സംരക്ഷിക്കാന്ന് കോൺഗ്രസിന്റെയും KPCCന്റെയും ഇപ്പോഴത്തെ ഭരണത്തിന്റെയോ പരിപാടി. അതിന്റെ ഒന്നും ഇവിടെ വളരെ വലിയ വിശദാംശങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാ, ഒരു ചങ്ങായി വിത്തുകാളയെ പോലെ എടപ്പഴമക്കാരെ പോലെ ചെല്ല ഓലക്കാരി പിടിക്കുക. എന്താ ഇവന്റെ ഉദ്ദേശം എന്നുള്ള പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആരാ ഇതിൽ നടപടി എടുക്കണ്ടേ? പോലീസ് നടപടി എടുക്കില്ല. പറ, പോലീസ് നടപടി എടുക്കാൻ പറ്റൂലെങ്കിൽ ഞങ്ങൾക്ക് മേലെ നിന്ന് ഇടപെടലുണ്ട്, ഞങ്ങളെ ഇന്നയാൾ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഓനെ ഒരു ദിവസം കൊണ്ട് ഈ ഇവനെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. വടകര ചെമ്മരത്തൂരിൽ വയോധികരായ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെയും തോട്ടന്നൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടറെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം എത്തിയതോടെ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി തടഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പജ, KP ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PM ലീന, CM സുധ, രജനി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി MM സജിന സ്വാഗതവും ഏരിയ പ്രസിഡന്റ് AP പ്രജിത അധ്യക്ഷയും വഹിച്ചു.